എന്നാൽ ഫൈസൽ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗമായി ഇവിടെ പറയുകയുണ്ടായി, മടവൂരികൾ പ്രചരിപ്പിച്ച ജിന്ന് കാര്യകാരണ ബന്ധത്തിന് അതീതമാണ് എന്നുള്ള ഒരു പ്രചരണം മുജാഹിദുകൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു എന്ന്. എന്റെ മുസ്ലിയാരോട് വളരെ സ്നേഹത്തോടെ താങ്കൾക്ക് ലഭിക്കുന്ന 5 ചോദ്യോത്തര സെഷനിലെങ്കിലും, അതല്ലെങ്കിൽ അവസാനം ലഭിക്കുന്ന ഉപസംഹാര സെഷനിലെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു പണ്ഡിതൻ ജിന്നും മലക്കും കാര്യകാരണ ബന്ധത്തിന് അതീതമാണ് എന്ന് പറഞ്ഞതായി തെളിയിക്കാൻ ഫൈസൽ മുസ്ലിയാർക്ക് സാധിക്കുമെങ്കിൽ ഈ വേദി അദ്ദേഹം ഉപയോഗപ്പെടുത്തണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹാജരായ ജിന്നുകളോട് അവരുടെ കയ്യിൽപ്പെട്ട ഭൗതിക സഹായം വല്ലതും ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് ഇവിടെ വിഷയം. ഈ വിഷയത്തിൽ ഒതുങ്ങി ഇതിലേക്കാണ് വരേണ്ടത്. ചോദ്യം മുഴുവൻ വായിക്കുന്നില്ല, അപ്പൊ അതിന് ഉത്തരം പറയുകയാണ്. അമ്മ തൊലബുൽ മഊനതി മിനൽ ജിന്നി, ജിന്നിനോട് സഹായം ചോദിക്കൽ. ഫഫീഹി ഖിലാഫും ബൈന അഹ്ലിൽ ഇൽം, അഹ്ലുൽ ഇൽമിൽ പണ്ഡിതന്മാർക്കിടയിൽ അതിലെന്തുണ്ട്? ഭിന്ന അഭിപ്രായമുണ്ട്. വൽ അഹ്വതു, ഏറ്റവും നല്ലത് എന്താന്ന് വെച്ചാൽ ലിൽ അബ്ദി ഐ യതജന്നബ ദാലിക, അതിൽ നിന്ന് വിട്ടു നിൽക്കലാണ് ഏറ്റവും നല്ലത്. ഇത് ആരെ കുറിച്ചാണ്? ഹാദിറായ ജിന്നിനെ കുറിച്ചാണ് പറയുന്നത്. ലിഅന്ന ഹാദൽ ഫിഅല, കാരണം ഈ പ്രവർത്തനം മുഹ്ദസുൻ, എന്താ? ബിദ്അത്താണെന്ന് അർത്ഥം, പുതുതായി മതത്തിൽ ഉണ്ടായതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നമുക്ക് കാണാൻ കഴിയില്ല ഒരു ജിന്നിനെ വിളിച്ചിട്ട് സഹായം ചോദിച്ചത്. പ്രാർത്ഥന അല്ലട്ടാ, സഹായം പേപ്പർ എടുത്തു തരുമോ, അങ്ങനെ കാണിച്ചു തരുമോ എന്നുള്ളത്. സഹായം അർപ്പിക്കലല്ല, ആരും തെറ്റിദ്ധരിക്കരുത്. നമുക്കിടയിൽ ആ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല. സഹായം അർപ്പിക്കൽ ആരോട് മാത്രമേ പാടുള്ളൂ? അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. ഇബാദത്ത് ഉൾക്കൊള്ളുന്ന എന്തും ആരോടെ പാടുള്ളൂ? അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് എല്ലാ മുജാഹിദുകളും ഒറ്റ സ്വരത്തിൽ പറയുന്നതാണ്. പിന്നെ വിഷയം എന്താണ്? ഹാദിറായ ജിന്നാണ്. ഹാദിറായ ജിന്ന് ഈ പണ്ഡിതന്മാർക്കിടയിൽ, സലഫ് ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിലുള്ള വിഷയം ഇതാണ്. ഹാദിറായ ജിന്നിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ? ഒരു പണി ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഏതുപോലെ? സുലൈമാൻ നബി ചെയ്യിപ്പിച്ചതുപോലെ. സുലൈമാൻ നബി ചെയ്യിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലെ? കടലിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയി മുത്തും പവിഴങ്ങളും എടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഹാദിർ ആയാൽ പോലും. ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് മുഹ്ദസാണ്. ഹാദിർ ആയെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ദീനിൽ തെളിവില്ലാത്തതാണ്, പുതുതായി ഉണ്ടായതാണ്. അപ്പൊ അങ്ങനെ ചെയ്തവന്റെ വിധി എന്തായിരിക്കും? ഹാദിറായ ജിന്നിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ, തെങ്ങ് കയറാൻ ഇപ്പൊ ആളെ കിട്ടാറില്ലല്ലോ. ഒരു ജിന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നു, ഒന്ന് തെങ്ങ് കയറി തരോ, സജീവനെ കിട്ടാറില്ല എന്ന് പറഞ്ഞാൽ, അതായത് അത് വെറും ഭൗതികമായ ഒരു ആവശ്യമാണ്. ഭൗതികമായിട്ട് നമ്മൾ ചോദിക്കുന്നതാണ്. ജിന്നിനെ നമുക്ക് കാണാനോ കേൾക്കാനോ കഴിയുന്നുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ അത് പാടില്ല എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഹാദിറാണെങ്കിൽ, ഹാദിറായ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാവില്ല എന്ന് പറയുന്നത് അതാണ്. അത് തന്നെയാണ് കേന്നമും പറയുന്നത്. പക്ഷെ ഇത് രണ്ടും തമ്മിൽ മനസ്സിലാകുന്നില്ല. അതിന്റെ പേരിൽ പല ആളുകളും വാചകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഷഹ്നാ, അതായത് ഹൃദയങ്ങൾ തമ്മിലുള്ള കുടുസത, ഹൃദയങ്ങൾ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവം.